അല്ലേ? ഗോവിന്ദച്ചാമി ജയിലിൽ ചാടി. ജയിലിൽ ചാടിയതിന് ശേഷമുള്ള കാര്യം അറിഞ്ഞപ്പോഴാണ് ആലോചിക്കുന്നത്. അതായത് ജയിലിൽ ചാടിയ ഒരു കൊടും ക്രിമിനൽ. ആ കൊടും ക്രിമിനൽ ആരോ ലൈവ് ലൊക്കേഷൻ അയച്ചതുപോലെ നേരെ നടന്ന് ചെന്നത് എവിടെയാണ്? എവിടെയാണ് സുഹൃത്തുക്കളെ? കണ്ണൂർ DCC ഓഫീസിന്റെ അടുത്ത്. ഒന്ന് ആലോചിക്കുക. ഒരു കൊടും ക്രിമിനൽ ജയിലിൽ ചാടിയതിനു ശേഷം നേരെ DCC ഓഫീസ് ലക്ഷ്യമാക്കി നടക്കുകയാണ്. അതായത് വഴി തെറ്റാതെ നൂല് പിടിച്ചതുപോലെ അവിടെ തന്നെ എത്തുകയാണ്. അവിടെ എത്തിയിട്ട് DCC ഓഫീസിലോട്ട് കയറാൻ പോകുന്നതിന് തൊട്ടു മുന്നോടിയായിട്ടാണ് നാട്ടുകാരനായിട്ടുള്ള ഒരു വിനോജിന് പെട്ടെന്ന് ഈ തലയിൽ ഭാണ്ഡക്കെട്ടൊക്കെ കെട്ടി പോകുന്നത് മറ്റേ ഗോവിന്ദച്ചാമി അല്ലേ എന്നൊരു സംശയം ഉണ്ടായിരുന്നു. ആ സംശയത്തിന്റെ അടിസ്ഥാനത്തിൽ എടാ ഗോവിന്ദച്ചാമി എന്ന് വിളിച്ചപ്പോ അടുത്ത മതിൽ ചാടി നേരെ ഓടിക്കളയാണ് ചെയ്തതെന്ന് പറഞ്ഞിരിക്കുന്നത് ഒരു ദൃസാക്ഷിയായിട്ടുള്ള വ്യക്തിയാണ്. സ്വാഭാവികമായിട്ട് നമ്മൾ എന്താണ് മനസ്സിലാക്കേണ്ടത്? ഈ നാട്ടിലെ ഏത് കള്ളനും കൊള്ളക്കാരനും ചെന്ന് കയറാനുള്ള ഒരു സുരക്ഷിത ഇടം DCC ഓഫീസ് ആണോ എന്നുള്ള സംശയം ഉണ്ടായിരിക്കുകയാണ്. അല്ലെങ്കിൽ എങ്ങനെയാണ് കണ്ണൂർ സെൻട്രൽ ജയിലിൽ കിടന്ന വ്യക്തി അദ്ദേഹം പുറത്ത് ചാടുന്നു? പുറത്ത് ചാടിയിട്ട് എത്ര സ്ഥലങ്ങളുണ്ട് അദ്ദേഹത്തിന് പോവാം. പക്ഷേ DCC ഓഫീസ് ലക്ഷ്യമാക്കി പോയിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന് പുറത്തിറങ്ങിയ ഉടനെ ആരെങ്കിലും ലൈവ് ലൊക്കേഷൻ അയച്ചു കൊടുത്തോ എന്നുള്ള സംശയം ഉണ്ടാവുകയാണ്.